ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 2020 ഓഗസ്റ്റ് മാസത്തിലെ തേർഡ് സൺഡേ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉള്ളഴിഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ഒരു നല്ല അവസരം തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന് മഹത്വം കരയറ്റാം. നിത്യനായ ദൈവം, അത്ഭുത സ്നേഹമായ കർത്താവായ യേശുക്രിസ്തു ഈ തേർഡ് സൺഡേ മീറ്റിങ്ങിന് എഴുന്നള്ളി വന്ന് തൻ്റെ ജനത്തെ സന്ദർശിപ്പാൻ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുട്ടിലും അന്ധതാമസത്തിലും ദേശത്ത് പ്രകാശം ഉദിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പലരുടെയും ഹൃദയം ഇരുളാണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പലരുടെയും ഹൃദയത്തിൽ വിഷാദത്തിൻ്റെ വിമുഖതയുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലം നാം പലരും പരിഭ്രാന്തരായിരിക്കുന്നൊരു കാലമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലാം കണ്ടുകൊണ്ട്, എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്തു നമുക്ക് ധൈര്യം തരട്ടെ, പ്രത്യാശ തരട്ടെ, വിശ്വാസം തരട്ടെ, നമുക്ക് കെടുതികളിൽ നിന്ന് മോചനം തരട്ടെ. ദൈവത്തിന് സ്തോത്രം. 3 ഞായറാഴ്ചകളിൽ നാം ഒരുമിച്ച് കൂടാറുള്ളത് നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ. ആ ചിത്രം, എത്ര മനോഹരമായ ചിത്രം. ഏതാണ്ട് 10,000-ഓളം ആളുകൾ എല്ലാ ഹോളിലുമായിട്ടും പന്തലിലുമായിട്ടും ഒരുമിച്ച് കൂടിയിരുന്നതായ 2-ാം ശനിയാഴ്ച യോഗം, 2-ാം ഞായറാഴ്ച യോഗം, 3-ാം ഞായറാഴ്ച യോഗം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ടാകുമല്ലോ. നമുക്ക് നമ്മുടെ നാഥനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് മധുര സ്മരണകളായി വിറക്കിക്കൊണ്ട് നമുക്ക് ഇരുന്ന് വചനം കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ ഈ 3-ാം ഞായറാഴ്ച യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി അച്ഛനോട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സലിയുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ജീവനുള്ള കർത്താവേ, മനോഹരമായ ഒരു കർത്തൃദിവസം അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കി തന്ന അത്ഭുത സ്നേഹത്തിനായി സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവെ അവിടുത്തെ തൂമൊഴികൾ കേൾക്കുവാൻ, രക്ഷയുടെ വചനം കേൾക്കുവാൻ, നിത്യജീവൻ്റെ വചനം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കുവാൻ, സ്വർഗത്തിൽ നിന്ന് കിളിവാതികൾ തുറന്ന് ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുന്ന മന്നയെല്ലാം പെറുക്കി തിന്നുവാൻ മനോഹരമായൊരു കർത്തൃദിവസം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കടന്നു വരുമ്പോഴെല്ലാം ഞങ്ങളുടെ മേൽ നിൻ്റെ ദൃഷ്ടി വയ്ക്കുകയും നിൻ്റെ ആലോചന ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും നിൻ്റെ മുറിവേറ്റ കര ഞങ്ങളുടെ മേൽ വെക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരികയും ഞങ്ങളുടെ ബന്ധനങ്ങൾ കഴിക്കുകയും ഞങ്ങളുടെ ക്ഷീണങ്ങൾ മാറ്റുകയും ഞങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കുകയും ഞങ്ങളുടെ മേൽ മഹിമാവിൻ്റെ നീരാളം ചാർത്തുകയും ഞങ്ങളുടെ മേൽ സ്തുതി അണിയിക്കുകയും ഞങ്ങളുടെ നെറ്റിമേൽ നിൻ്റെ പരിശുദ്ധമായ മുദ്ര അണിയിക്കുകയും ചെയ്ത നല്ല നല്ല കാലങ്ങളെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് കർത്താവെ ഈ കർത്തൃദിവസവും നിൻ്റെ ആലോചന കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ പൊന്നുമുഖത്തേക്ക് ഈ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, നിൻ്റെ തേജസ്സിൻ്റെ വചനം മഹത്വത്തോടെ, ശക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ ബഹുനിശ്ചയത്തോടെ ഇന്ന് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാൻ, പാപികളിൽ മാനസാന്തരപ്പെടുവാൻ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം നടക്കുവാൻ കർത്താവെ, ഇന്ന് പകൽക്കാലം നിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഓരോ വ്യക്തിയോടും ഹൃദ്യമായി സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ പകൽക്കാലം സ്വർഗത്തിൻ്റെ മന്ന കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ ആത്മകണ്ണുകൾ തുറക്കണമേ. ഞങ്ങളുടെ സകല ബന്ധ
ബന്ധനങ്ങളും പാപങ്ങളും രോഗങ്ങളും എല്ലാം അഴിഞ്ഞു പോകണമേ. ഞങ്ങൾ ബന്ധനം അഴിഞ്ഞവരായി ആ മുടന്തനെ പോലെ അപ്പോസ്തലന്മാരോട് ഒരുമിച്ച് സ്തുതിച്ച് പാടി കീർത്തിച്ച് ദേവാലയത്തിൽ കിടക്കുന്ന അനുഭവം ഇന്ന് പകൽക്കാലം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും തുളയ്ക്കപ്പെട്ട കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മൂറോൻ്റെ നർമ്മണം അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ആർത്തുപാടി സ്തുതിച്ച് കർത്താവേദിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. നിൻ്റെ പ്രിയ മക്കൾക്കൂടെ ആത്മാവിൻ്റെ ജീവസ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ. ജീവമെന്ന ധാരാളമായി പൊഴിച്ചു തരണമേ. തേൻമൊഴികൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്ക് ആദായമായി തീരുവാൻ ഇടയാക്കണമേ. ഗാന ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടവരായി തേജസ്സിൻ്റെ വചനം ധാരാളമായി ഊറ്റിക്കുടിക്കുന്ന അനുഭവം പ്രാപിച്ചവരായി മുദ്രയേറ്റവരായി പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ നിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. ആദ്യോടന്തം കൂടെ ഇരിക്കണമേ. പ്രത്യാശയാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളും വാട്ടങ്ങളും മാറ്റണമേ. പുതുജീവിതത്തിനായി ഞങ്ങൾ ഒരുക്കണമേ. പ്രത്യാശയോടെ ഞങ്ങളുടെ വരവിൻ്റെ കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ അമൃതധാര ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ഗാനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം മധുരം പകരുന്നവയാണ്. ക്രിസ്തീയ ഗാനങ്ങൾ എല്ലാം കീർത്തനങ്ങളാണ്, സ്തോത്രങ്ങളാണ്, ആരാധനയാണ്, ഉപദേശമാണ്, പ്രബോധനമാണ്, വചന ശുശ്രൂഷയുമാണ് ഗാനങ്ങൾ. ഈ ഗാനങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. പറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. പറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമത്തിൽ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. സ്വർഗീയ സേനയിൽ കാവലുണ്ട്, സർവാധികാരിയിൽ കരുതലുണ്ട്. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം
യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുട്ടി UT ജോർജ് തിരുവചനം സംസാരിക്കുകയാണ്. ജോർജ് കുട്ടി നിങ്ങൾക്കറിയാമല്ലോ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം വിരമിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ നിരന്തരം അത്യുത്സാഹത്തോടെ നിൽക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ. ദൈവത്തിന് സ്തോത്രം. ഇതാ നന്മ സുവിശേഷിക്കേണ്ട കാല് എത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്ന ഒരു ദൈവദാസനാകുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. ജോലിക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാഗ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിച്ച് സാക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അനുഭവിച്ച് സാക്ഷിക്കാൻ, അനുഭവത്തിൻ്റെ നറുമധുരമുള്ള വചന ശുശ്രൂഷയാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജീവനുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് തന്നതായ ഈ പ്രാർത്ഥനാ സമയത്തിനും തിരുവചന ധ്യാനത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം ചിന്തിക്കാം. ദാവീദ് രാജാവ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ചതായ ഒരാത്മീയ പാഠമാണ് നാം ഇന്ന് ആരംഭമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നാം സ്കൂളുകളിൽ നിന്നോ കലാശാലകളിൽ നിന്നോ പലതും പഠിക്കാറുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഭവനത്തിൽ കണ്ടും കേട്ടും പലതും പഠിക്കാറുണ്ട്. നാം വേദപുസ്തകത്തിൽ നിന്ന് പലതും പഠിക്കാറുണ്ട്. എന്നാൽ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ച ആത്മീയ പാഠങ്ങൾ പലരും അവഗണിക്കാറേ ഉള്ളൂ, ശ്രദ്ധിക്കാറില്ല. ഞാനും അവഗണിക്കാറേ ഉള്ളൂ. അല്പം പോലും ആത്മീയത്തിൽ താല്പര്യമോ ശ്രദ്ധയോ എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദ് തൻ്റെ യൗവനാരംഭം മുതൽ തന്നെ ഒരാത്മീയ ദാഹമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് 142 സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന വരി ഇപ്രകാരമാണ് ദാവീദ് പറയുന്നത്. 142:4, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. നോ വൺ കെയേഴ്സ് ഫോർ മൈ സോൾ. എൻ്റെ ആത്മാവിന് വേണ്ടി ആരും കരുതുന്നില്ല. ദാവീദ് തൻ്റെ തടി മാത്രം കരുതുന്ന ഒരു യുവാവായിരുന്നില്ല. അഥവാ തൻ്റെ ഉല്ലാസമോ തൻ്റെ യൗവന മോഹങ്ങളോ മാത്രം കരുതുന്നൊരു യുവാവായിരുന്നില്ല. ദാവീദ് വലിയൊരു പദവിയുള്ള മനുഷ്യനായിരുന്നില്ല. ദാവീദ് ലോകസുഖം മാത്രം അന്വേഷിക്കുന്ന ഒരു യുവാവായിരുന്നില്ല. ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്, ദൈവം ദാവീദിൻ്റെ ഹൃദയത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ടായിരുന്നു ദാവീദിന്. തൻ്റെ ഹൃദയം പരിശുദ്ധമായിരിക്കണം, ദൈവത്തോട് ചേരുന്നതായിരിക്കണമെന്ന് ദാവീദിന് ദാഹമുണ്ടായിരുന്നു. ദാവീദിൻ്റെ ഉറക്കെയുള്ളൊരു പ്രാർത്ഥനയാണ് 142 സങ്കീർത്തനം. വളരെ ഉറക്കെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്.
കാരണം ആത്മാവിനെക്കുറിച്ചുള്ളതായ എരിവ് വന്നപ്പോൾ ദാവീദിന് അടക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് ഉറക്കെ ഏകാന്ത സമയത്ത് എവിടെയോ ഏകാന്തതയിൽ ഗുഹയിലായിരുന്നല്ലോ, അവിടെ ഇരുന്ന് ഉറക്കെ കരയുകയാണ്. കരച്ചിലിൻ്റെ പ്രധാനപ്പെട്ടതായൊരു വിഷയമാണ് എൻ്റെ ആത്മാവിന് വേണ്ടി ആരും കരുതുന്നില്ല. ഒന്നുകൂടെ നാം ധ്യാനിച്ചാൽ ദാവീദിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ സ്നേഹത്തിൻ്റെ കാലമായിരുന്നു അത്. ആദ്യ സ്നേഹത്തിൻ്റെ കാലത്താണ് നമുക്ക് ആത്മാവിനെക്കുറിച്ചുള്ളതായ ദാഹവും എരിവും എപ്പോഴും വർദ്ധിച്ചിരിക്കുന്നത്. ദാവീദ് വേദനയോടെ ദൈവത്തോട് കരയുകയാണ്. ദാവീദ് സങ്കടത്തോടെ കരയുകയാണ്, ദൈവമേ, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ദൈവ സൃഷ്ടിയാണ്. മനുഷ്യരായ നാം എല്ലാം ദൈവ സൃഷ്ടിയാണ്. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, അതിൽ കുറവുള്ളവരുണ്ട്, സമ്പന്നരുണ്ട്, ദരിദ്രന്മാരുണ്ട്. പക്ഷേ നാം എല്ലാം ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം എല്ലാം ഈ ഭൂമിയിൽ ഒരു 70-80 വർഷം മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതിന് ശേഷം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് പുതിയ വാനഭൂമിയിൽ പുതിയ ശരീരത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന 70-80 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ യൗവനം, വിവാഹം, കുടുംബം ഇതെല്ലാം നടക്കും. അതിനുശേഷം നാം ഈ ഭൂമി വിട്ട് പോവുകയും ചെയ്യും. നാം ഈ ഭൂമി വിട്ട് കടന്നു പോകുമ്പോൾ ഒന്നുകിൽ നമുക്കൊരു മുദ്രയുണ്ടായിരിക്കും, ജീവനുള്ള ദൈവത്തിൻ്റെ മകൻ അഥവാ ദൈവത്തിനുള്ളവൻ എന്നുള്ളതായ മുദ്ര. അല്ലെങ്കിൽ നമുക്കൊരു മുദ്രയുണ്ടായിരിക്കും, ഈ ലോകത്തിൻ്റെ ദാസൻ, അല്ലെങ്കിൽ പിശാചിനുള്ളവൻ, പിശാചിൻ്റെ മകൻ എന്ന മുദ്രയുണ്ടായിരിക്കും. ഒന്നുകിൽ ദൈവത്തിൻ്റെ മകൻ, അല്ലെങ്കിൽ പിശാചിൻ്റെ മകൻ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ മുദ്ര തമ്മിൽ വ്യത്യാസം വരുന്നത്? ഈ ഭൂമിയിൽ സാധാരണ ജീവിതം നയിക്കുന്ന വിവിധ സഭകളിലും വിവിധ സംഘടനകളിലും വിവിധ മതങ്ങളിലുമെല്ലാം ജീവിച്ചു വരുന്ന നമുക്ക് ഈ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് വരിക? ആ വ്യത്യാസം വരുന്നത് ഒരു വ്യക്തി തൻ്റെ ആത്മാവിനെ കരുതി ജീവിക്കുന്നവനാണെങ്കിൽ അവന് ദൈവസന്നിധിയിൽ നിന്ന് കിട്ടാൻ ഏറ്റവും അർഹതപ്പെട്ട യോഗ്യതയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ മകൻ അഥവാ ക്രിസ്തുവിനുള്ളവൻ എന്നുള്ളതായ മുദ്ര. അങ്ങനെ അല്ലാതെ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ഏത് സ്ഥാനമാന പദവി അലങ്കരിച്ചാലും, ഒരു പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും സമ്പന്നനോ ദരിദ്രനോ ആയി ജീവിച്ചാലും, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ആത്മാവിനെ കരുതാതെ ജീവിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതായ മുദ്ര, ആത്മീയ മുദ്ര, പിശാചിനുള്ളവൻ അഥവാ പിശാചിൻ്റെ മകൻ എന്നുള്ളതായ മുദ്ര മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രാണന് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമുക്ക് തന്നെത്താൻ ജീവിക്കാൻ കഴിയുന്നതല്ല. നാം ആരായിരുന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തന്നെയായിട്ടുള്ളതായൊരു ജീവിതം എത്രമാത്രം സാധ്യമാണ്? ഒരുപക്ഷെ യൗവനത്തിലോ ഒക്കെ കുറേയൊക്കെ സാധിച്ചാലും വാർദ്ധക്യം വരുന്തോറും നമുക്ക് പരസഹായം ആവശ്യമായിട്ട് വരും. പരസഹായം മാത്രമല്ല, മനുഷ്യസഹായം മാത്രമല്ല, നാം ആത്മീയമായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ആവശ്യമായിട്ട് വരും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ഒരാത്മീയ ജീവിതം ആർക്കും തന്നെ സാധിക്കുകയില്ല. ദാവീദ് മാതാപിതാക്കന്മാരുണ്ടായിരുന്നു. ദാവീദിന് 7 സഹോദരന്മാരുണ്ടായിരുന്നു. എന്നാൽ ജീവിത അനുഭവത്തിൽ ദാവീദ് ഒരു വലിയ പാഠം പഠിച്ചു. തൻ്റെ ജീവന് വേണ്ടി തൻ്റെ മാതാപിതാക്കന്മാരോ തൻ്റെ സഹോദരങ്ങളോ ആരും പ്രത്യേകിച്ച് കരുതുന്നില്ല, തന്നെ ആരും കരുതുന്നില്ല എന്ന് ദാവീദ് പഠിച്ചു. ദൈവമക്കളെ, അതൊരു നിത്യ യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യനും
ഒരു മനുഷ്യന് വേണ്ടിയും എന്നും മറ്റൊരു മനുഷ്യൻ കരുതുകയില്ല. ആരായിരുന്നാലും ശരി, അവനെ എന്നും കരുതി പോറ്റ് പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല. നാം വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു, ഹാഗാർ വിചാരിച്ചു അബ്രാഹാം ഹാഗാറിനെ കരുതുമെന്ന്. കാരണം അബ്രാഹാമിൽ നിന്നൊരു മകൻ ഹാഗാറിനുണ്ടായിരുന്നു. അബ്രാഹാം കരുതുമെന്ന് ഹാഗാർ വിചാരിച്ചു. കരുതിയോ? ഇല്ല. യാക്കോബ് വിചാരിച്ചു, ഏതാണ്ട് 20 കൊല്ലമായില്ലേ ലാബാൻ്റെ ആട് നോക്കുന്നു, അതുകൊണ്ട് ലാബാൻ കരുതുമെന്ന് വിചാരിച്ചു. ലാബാൻ കരുതിയില്ല. യോസേപ്പ് വിചാരിച്ചു, പഴയ നിയമത്തിലെ യോസേപ്പ്, താൻ തടവിൽ കിടക്കുകയാണ്. സഹതടവുകാരനായിട്ട് അന്നത്തെ ഫറവോൻ്റെ പനപാത്രവാഹകൻ വന്നിട്ടുണ്ട്. അവൻ ജയിൽ മോചിതനായി പോയപ്പോൾ യോസേപ്പ് അപേക്ഷിച്ചിരുന്നു. വിചാരിച്ചു അവൻ തൻ്റെ കാര്യം തന്നെ കരുതുമെന്ന്. എന്നാൽ അവൻ കരുതിയില്ല. മുടിയനായ പുത്രൻ അത്യുത്സാഹത്തോടെ അപ്പൻ്റെ വീട് വിട്ടിറങ്ങിയവനാണ്. ഈ ലോകത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവൻ വിചാരിച്ചു നാട്ടിലെ ധനവാന്മാരായ ആളുകൾ അവനെ കരുതുമെന്ന് വിചാരിച്ചു. അവരും കരുതിയില്ല. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി എരിവോടെ വാദിച്ച, ദേവാലയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു മനുഷ്യൻ. അദ്ദേഹം വിചാരിച്ചു മഹാപുരോഹിതൻ, ദേവാലയത്തിലെ മഹാപുരോഹിതൻ അദ്ദേഹത്തിന് വേണ്ടി കരുതുമെന്ന്. എന്നാൽ സത്യം തിരിച്ചറിഞ്ഞു. കർത്താവായ യേശുവിനെ താൻ കണ്ടുമുട്ടിയതിൻ്റെ ശേഷം തൻ്റെ ആത്മാവിന് വേണ്ടി കരുതുവാൻ ദേവാലയത്തിലെ മഹാപുരോഹിതന് സാധിക്കുകയില്ല എന്നും കരുതുന്നില്ല എന്നും അത് കരുതുവാൻ കഴിയുന്നത് മറ്റൊരാളാണെന്നുള്ള സത്യസുബോധമാണ് അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ഭാഗ്യവാനായ പൗലോസ് പറയുന്നത്, എബ്രായ ലേഖനം താൻ എഴുതുമ്പോൾ അതിന് 4-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യം, അതിൻ്റെ 15ാമത്തെ വാക്യം നമുക്കൊന്ന് ആദ്യം വായിച്ച് കേൾക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ. അങ്ങനെയൊരു മഹാപുരോഹിതനെ പിടികിട്ടി. അങ്ങനെയൊരു മഹാപുരോഹിതൻ ഉണ്ട് എന്ന സത്യം മനസ്സിലായി. ഈ ഭൂമിയിലാരും വാഴിച്ച മഹാപുരോഹിതനല്ല. ഈ ഭൂമിയിലാരും അഭിഷേകം ചെയ്ത മഹാപുരോഹിതനല്ല. സ്വർഗത്തിൽ നിന്നുള്ള അഭിഷേകം പ്രാപിച്ച ഒരു മഹാപുരോഹിതൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് നമ്മുടെ ബലഹീനത? എങ്ങനെയാണ് അവൻ സഹതാപം കാണിക്കുന്നത്? നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് നമ്മുടെ പരാജയങ്ങളാണ്. നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന പരാജയങ്ങൾ, മാലിന്യങ്ങൾ, പാപങ്ങൾ, മദ്യപാനം, അശുദ്ധി, ബ്ലൂ ഫിലിം, വൈരാഗ്യം, പ്രതികാരം, കോപം, ശാഠ്യം, ദൈവമക്കളെ വേണ്ട നാനാതരത്തിലുള്ളതായ പാപങ്ങളുണ്ട്. ആ പാപ സ്വഭാവത്തെ ചേർത്താണ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ ബലഹീനതയെന്ന്. നമ്മുടെ കുടുംബജീവിതം ഹാർമോണിയസ് ആണോ? നമുക്ക് എത്ര പേർക്ക് ഒരു സംതൃപ്തിയുള്ള കുടുംബജീവിതമുണ്ട്? കുടുംബമുണ്ട്, പക്ഷേ തൃപ്തിയുള്ളവർ എത്ര പേരുണ്ട്? ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പരസ്പരം തൃപ്തിയോടെ കഴിയുന്ന എത്ര പേരുണ്ട്? സഹോദരങ്ങളെ, നമുക്ക് പലതും ഉണ്ട്, പക്ഷേ തൃപ്തിയില്ല. അതവിടെയെല്ലാം ബലഹീനതയാണ്. എന്തുകൊണ്ടാണ് തൃപ്തിയില്ലാത്തത്? പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമില്ല. തൃപ്തിക്കുറവിൻ്റെ അടിസ്ഥാന കാരണം അവനവൻ്റെ ഹൃദയമാണ്. അവനവന് ദൈവം തരുന്നതിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. പഠിക്കുന്ന കുട്ടി പഠനം ഒഴിപ്പിക്കളയുന്നു. അതവൻ്റെ ബലഹീനതയാണ്, അഥവാ അവൻ്റെ മത്സരഭാവമാണ്, അഥവാ പാപമാണ്. കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയിൽ തന്നെ ഐക്യത്തിൽ കഴിയുന്ന എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ബലഹീനതയാണ്. ഇതെല്ലാമാണ് നമുക്കുള്ള മഹാപുരോഹിതൻ നമുക്ക് സഹതാപം കാണിക്കുന്നത്. എന്നാണ് സഹതാപം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപം സാരമില്ല എന്ന് വയ്ക്കുന്നതല്ല, ക്ഷമിച്ചു തരുന്നു. നമ്മുടെ പാപം ക്ഷമിക്കുന്നു. അവൻ കരുണ കാണിക്കുന്നു.
കരുണ എന്ന് പറഞ്ഞാൽ ഫോർഗീവ്നെസ്. നമ്മുടെ സകല പാപവും ആ മഹാപുരോഹിതൻ ക്ഷമിച്ചു തരുന്നു. ദേവാലയത്തിലെ മഹാപുരോഹിതന് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. എന്നാൽ കർത്താവായ യേശു എന്ന മഹാപുരോഹിതൻ അവൻ പ്രാർത്ഥിക്കുകയല്ല, അവൻ നമുക്ക് ക്ഷമിച്ചു തരുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അവൻ കൃപയും നൽകുന്നു. എന്താണ് അവൻ നൽകുന്ന തത്സമയത്ത് സഹായത്തിനുള്ള കൃപ? ഓരോ അവസരത്തിലും ഓരോ ദിനവും വിശുദ്ധി പാലിക്കാനുള്ള കൃപയായി അവൻ തരുന്നു. നമ്മുടെ പാപം ക്ഷമിച്ച് നമുക്ക് പാപത്തിൻ്റെ മേൽ ജയം തന്ന് വിശുദ്ധ ജീവിതത്തിനുള്ളതായ ശക്തി അവൻ തരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതായ ഒരു മഹാപുരോഹിതൻ, ദൈവത്തിന് സ്തോത്രം, ഒരു കരുതുന്ന മഹാപുരോഹിതൻ, ആത്മാവിനെ കരുതുന്ന ഒരു മഹാപുരോഹിതൻ. ദാവീദ് രാജാവ് വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ആത്മാവിനെ കരുതുന്ന ആ ഒരു ദാഹമേറിയ ആത്മീയ ജീവിതം ദാവീദിനുണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് അതിൻ്റെ 142 സങ്കീർത്തനം 6 വാക്യത്തിൽ പറയും, എൻ്റെ നിലവിളിക്ക് ചെവി തരണമേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ആത്മാവിനെ കരുതുന്നുവെങ്കിൽ നാം എപ്പോഴും എളിമയുള്ളവരായിരിക്കും. ആത്മാവിനെ കരുതുന്ന വ്യക്തി എളിമയുള്ളവനായിരിക്കും. ദാവീദിൻ്റെ ആദ്യകാല അനുഭവമാണത്. എളിമ ധാരാളമുള്ള കാലം, ധാരാളം എളിമയുള്ള കാലം, എപ്പോഴും വിനയമുള്ള കാലം, എല്ലാത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാലം. ആദ്യ സ്നേഹത്തിൻ്റെ കാലത്ത് ഉള്ളതായ എളിമ അനേകർ നഷ്ടപ്പെടുത്തി കളയുന്നു. പക്ഷേ ദാവീദ് നഷ്ടപ്പെടുത്തുവാൻ സമ്മതിച്ചില്ല. ദാവീദിൻ്റെ ജീവിതാനുഭവം അവസാനത്തോളം എളിമയുള്ളവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, താഴ്മയുള്ളവനും എളിമയുള്ളവനാകുക. നിങ്ങളുടെ ആത്മാവിന് ശുഭമായി വരണമെങ്കിൽ നിങ്ങൾ താഴ്മയും എളിമയും ധരിക്കണം. മാത്രം പോരാ, അപ്പോസ്തലനായ പൗലോസ് ആത്മാവിനെ കരുതുന്ന വ്യക്തിയായിരുന്നത് കൊണ്ടാണ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9:27 പറയും, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ ഒരു കാര്യം ഉറപ്പായിരുന്നു. പോൾ മെയ്ഡ് വൺ തിങ് ഷുവർ. എന്താണ് ഷുവറാക്കിയ ഒരു കാര്യം? തൻ്റെ മോഹങ്ങൾ, മോഹചിന്തകൾ ഒരിക്കലും തൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അപ്പോസ്തലൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം മാത്രമല്ല, ദൈവാത്മാവിലുള്ളതായ ശരണവും ഉണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ രാഗമോഹങ്ങൾ എൻ്റെ ആത്മാവിനെ തകർത്ത് കളയരുത്, എൻ്റെ ആത്മാവിനെ നശിപ്പിച്ച് കളയുകയില്ല. ആ സമർപ്പണം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോസ്തലൻ നല്ലവണ്ണം പോരാടുന്ന ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ അവയവങ്ങളെ ഒരിക്കലും തൻ്റെ യജമാനനാകാൻ, തൻ്റെ ആത്മാവിൻ്റെ യജമാനനാകാൻ സമ്മതിച്ചില്ല. തൻ്റെ അവയവങ്ങളെ തൻ്റെ അടിമകളാക്കി അപ്പോസ്തലൻ സൂക്ഷിച്ചിരുന്നു. ദൈവമക്കളെ, നാം എപ്പോഴും ഓർക്കണം, ഇന്ദ്രിയ സുഖങ്ങൾക്കൊത്ത് നാം തുള്ളിച്ചാടുന്നവരാകരുത്. നല്ല അനുഭവങ്ങൾ വേണം, നമുക്ക് ദൈവം പലതും തരുന്നുണ്ട്, എല്ലാം അനുഭവിക്കണം. പക്ഷേ എല്ലാം നാം ആത്മാവിനെ മുൻനിർത്തി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ നല്ല പോർ പൊരുതി എന്നുള്ളതായ സാക്ഷ്യം തൻ്റെ ജീവിതാവസാനത്ത് പറയുന്നത്. ആരോടാണ് പൊരുതിയത്? പ്രധാനമായും പൊരുതിയത് തൻ്റെ തന്നെ വ്യക്തിത്വത്തോടാണ്, അഹങ്കാരത്തോടാണ്, തൻ്റെ ഉള്ളിൽ വരുന്ന പഴയ മനുഷ്യൻ്റെ വ്രതത്തോടാണ്, പാപ സ്വഭാവത്തോട് താൻ തന്നെ പോരാടി ജയിച്ചു. ദൈവമക്കളെ, നാം തന്നെ നമ്മുടെ പാപത്തോട് പോരാടുമെങ്കിൽ നമുക്ക് തീർച്ചയായും ജയിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ കിട്ടും. ആത്മാവിനെ കരുതുന്ന ജീവിതം. മുടിയനായ പുത്രൻ മടങ്ങി വന്നതായി നാം വായിക്കുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് നോക്കാം. അവിടെ മുടിയനായ പുത്രൻ മടങ്ങി വന്നു. ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യം, ആ മുടിയനായ പുത്രൻ്റെ ജന്മദിവസത്തേക്കാൾ കൂടുതൽ ആ ഭവനവും ആ അപ്പനും സന്തോഷിച്ചത് അവൻ മടങ്ങി വന്ന ദിവസത്തിലാണ്. അതിൻ്റെ 15-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞു ഓടിച്ചെന്നു, അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മകൻ മടങ്ങി വന്നു, അപ്പൻ ഓടിച്ചെന്നു. ഇത് രണ്ടുമാണെന്ന് അവിടെ വായിച്ചത്. മകൻ മടങ്ങി വന്നു, അപ്പൻ അങ്ങോടി ചെന്നു. എന്തുകൊണ്ടാണ് മകൻ മടങ്ങി വന്നത്? ആ മകൻ എന്തുകൊണ്ടാണ് മടങ്ങി വന്നത്? അവൻ മടങ്ങി വന്നത്, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അവന് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ മടങ്ങി വന്നത്. അപ്പൻ എന്തുകൊണ്ടാണ് ഓടിച്ചെന്നത്?
അപ്പൻ ഓടിച്ചെന്നതിൻ്റെ കാരണം അപ്പന് സ്നേഹിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പൻ ഓടിച്ചെന്നത്. ആ മകൻ മടങ്ങി വന്നത് അപ്പൻ തിന്നാനല്ല, അപ്പൻ തിന്നാൻ മാത്രമായിട്ടല്ല അവൻ വന്നത്. മകൻ മടങ്ങി വന്നത് അപ്പൻ തിന്നാൻ മാത്രമായിട്ടല്ല. മകൻ മടങ്ങി വന്നത് അപ്പനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പനോടുകൂടെ ഇനി ജീവിക്കണമെന്നുള്ള ദാഹത്തോടെയാണ് അവൻ വന്നത്. ആ ദാഹമാണ് അപ്പനെയും പ്രേരിപ്പിച്ചത് ഈ മകനെ എന്നും എല്ലാ കാലത്തും സ്നേഹിക്കണമെന്നുള്ളതായ ദാഹം അപ്പനുമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കാനുള്ള ആഗ്രഹം മകന്, സ്നേഹിക്കാനുള്ള ആഗ്രഹം അപ്പന്. അതാണ് മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധം. അതാണ് ജീവനുള്ള ദൈവവും നാമും തമ്മിലുള്ളതായ ബന്ധം. നമ്മുടെ ഓരോ ശരീരകോശത്തിനും ജീവിച്ചിരിക്കാനുള്ള ആഗ്രഹമുണ്ട്, ജീവിക്കാനുള്ള കൊതിയുണ്ട്. സത്യമായിട്ടും ജീവിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കെല്ലാം ഉണ്ട്. ഈ മഹാമാരിയുടെ കാലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം വളരെയുണ്ട്. ജീവിച്ചിരിക്കുമോ എന്നുള്ള സംശയവും നമ്മുടെ ഉള്ളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പാക്കൂ, സ്നേഹമുള്ളവരപ്പനുണ്ട്. നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ, അപ്പനോടുകൂടെ ജീവിക്കണമെന്ന്, ദൈവത്തോടുകൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ, തീർച്ചയായിട്ടും അത് സാധിപ്പിച്ചു തരുകയും നിങ്ങളെ കരുതുകയും ചെയ്യുന്ന സ്നേഹമുള്ള അപ്പനുണ്ട്. ആലിംഗനം ചെയ്യുന്ന ഒരപ്പൻ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ അപ്പൻ നമ്മുടെ ബലഹീനതകൾ അറിയാത്തവനല്ല. നമ്മുടെ അകത്ത് കിടക്കുന്ന ഓരോ പൾസും അവനറിയാം. നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ മനോഭാവം, അതിൻ്റെ ദോഷമെല്ലാം അറിയുന്നവൻ. എന്നിട്ടും അവൻ ഓടി വരുന്നു, നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ കരുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്നാമത് അവനെന്ത് ചെയ്യും? അവൻ എളിമയുള്ളവനായിരിക്കും. ആത്മാവിനെ കരുതുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവൻ തൻ്റെ ശരീരത്തോട് പോരാടുന്നവനായിരിക്കും. ആത്മാവിനെ കരുതുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനും ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നവനുമായിരിക്കും. അങ്ങനെ നിങ്ങൾ മടങ്ങി വരുന്നുവെങ്കിൽ സ്നേഹമുള്ള ഒരു മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ നമുക്ക് ക്ഷമിച്ചു തരുവാനും കഴുകി തരുവാനും ജയാളിയായി ജീവിക്കുവാനും നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് ആത്മാവിനെ കരുതാം. ഇന്നുവരെയും ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി കരുതി, ഈ ലോകത്തിലെ താൽക്കാലിക സുഖത്തിന് വേണ്ടി കരുതി, താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി നമ്മളാലാവത ഓടി, അതിനുവേണ്ടി പലതും വ്യാജവും കൗശലവും സൂത്രവും എല്ലാം ചെയ്തു. ദാവീദിനെ പോലെ നമുക്ക് കണ്ണുനീരോടെ നിലവിളിക്കുക, കർത്താവേ, എൻ്റെ ആത്മാവിന് വേണ്ടി കരുതണമേ. ആത്മാവിന് വേണ്ടി കരുതുന്ന ഒരു നല്ല മഹാപുരോഹിതൻ ഗോകുൽത്തായിൽ തൻ്റെ ജീവനെ വെച്ചവനുണ്ട്. അവനെത്രേ കർത്താവായ യേശു. ആ നല്ലവനായ യേശുവിനോട് നമ്മുടെ ഹൃദയം പകർന്ന് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ആത്മാവിന് ശുഭത തരണമേ, എൻ്റെ ആത്മാവിന് നല്ല ഭാവി തരണമേ, എൻ്റെ ആത്മാവിനെ ശുഭമായി കാക്കണമേ, എൻ്റെ ആത്മാവിനെ ദൈവരാജ്യത്തിൽ പുതുവാനഭൂമിയിൽ പുതിയ ശരീരത്തോടുകൂടെ എന്നോടുകൂടെ ജീവിക്കുന്ന ആ സന്തോഷകരമായ ജീവിതം എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ രക്തബന്ധമുള്ളവർക്കും എൻ്റെ കൂട്ടായ്മയിലെ സഹോദരങ്ങൾക്കും ആ പുതിയ വാനഭൂമിയിൽ കർത്താവിനോടുകൂടെ നടക്കുന്ന ആ ശ്രേഷ്ഠ ജീവിതം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ബഹുമാനപ്പെട്ട CM മാത്യു സാറ് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചാന്തിതിലച്ചൻ്റെ രണ്ടാമത്തെ മകനായ CM മാത്യു സാറ് കോതമംഗലം കോളേജിൽ 30-ലേറെ വർഷം ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിരുന്നതിന് ശേഷം വിരമിച്ച ഒരു ദൈവഭൃത്യനാണ്. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഒരു നല്ല പശ്ചാത്തലവും കുടുംബജീവിതവും പ്രിയപ്പെട്ട CM സാറിനുണ്ട്. കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ അടുത്ത് തന്നെ ഒരു CSI പള്ളിയിൽ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം. അനേകം പേരെ ആവേശം കൊള്ളിക്കുന്ന, അനേകം പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ബൈബിൾ ക്ലാസ് ആയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ CM സാറ് തിരുവചനം സംസാരിക്കുകയാണ്. ദൈവനാമം
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ ഒരു മൂന്നാം ഞായറാഴ്ച കൂടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് വചനം ധ്യാനിപ്പാനും ദൈവത്തെ ആരാധിക്കുവാനും വിലയേറിയ ഒരവസരവും കൂടി നല്ലവനായ കർത്താവ് ഒരുക്കി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം കേൾപ്പാൻ ആർത്തിയോടും ദാഹത്തോടും കൂടി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്ന് വിചാരപ്പെടരുത്. വിചാരപ്പെടരുത്, അതാണ് നമ്മുടെ ധ്യാന വിഷയം. കർത്താവായ യേശുക്രിസ്തു തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. തന്നിനായിരിക്കുന്ന പൗലോസ്ലീഹായും അത് തന്നെയാണ് ഓർപ്പിക്കുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് യുവർ ലൈഫ്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ഡു നോട്ട് വറി അബൌട്ട് എനിത്തിങ്. ആകുല ചിന്ത അരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് ഓർപ്പിക്കുന്നത് ആരും ചിന്താകുലരാകരുത്. കർത്താവല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് കർത്താവ് അപ്രകാരം പറയുവാൻ കാരണം? മനുഷ്യനാണോ ആകുല ചിന്തകൾ അനേകം അലട്ടിക്കൊണ്ടിരിക്കും. ചിന്തിച്ചാൽ ആകുല ചിന്തയ്ക്കേ വകയുള്ളൂ. പ്രശ്നപൂരിതമായ ദിനങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം. എവിടെയും എല്ലാവരും, ഏത് രാജ്യത്തും, ഏത് പ്രായത്തിലുള്ളവരും, ഏത് തലത്തിലുള്ളവരും മനസ്സ് കലങ്ങി നിരാശയിൽ നീറിപ്പോകുന്നതായ ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഈ COVID-19 എല്ലാ സ്ഥലങ്ങളിലും വ്യാപരിച്ചു വരുന്ന ഒരു ദുർഘട സമയം. ആ രോഗം എന്നെയും പിടിക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ രോഗം കടന്നു വരുമോ? അനേകരെ ഭാരത്തിലാണ്. മാത്രമല്ല, സാമ്പത്തികമായ വലിയൊരു ഞെരുക്കം അനേകരെ തളർത്തുന്നുണ്ട്. ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു. പണം പലരുടെയും കയ്യിലായിപ്പോയി. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. വിദേശത്ത് നിന്നുണ്ടായിരുന്ന വരുമാനം നിന്നുപോയി. അവിടെയുള്ളവർ ജോലി നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നത് പോലെയാണ്. പലരുടെയും മാനസികമായ നില തെറ്റിയിരിക്കുന്നു. ആരോഗ്യം തകർന്നിരിക്കുന്നു. എല്ലാവരും കൂടി കുടുംബത്തിൽ ആവശ്യത്തിന് പണമില്ലാതെ ഒന്നിച്ച് സമയം ചിലവഴിക്കുന്നത് കൊണ്ട് പല കുടുംബാന്തരീക്ഷവും ഭാരത്തിലും നിരാശയിലും കലഹത്തിലുമാണ്. മാത്രമല്ല, ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് നാം സാധാരണ ഒന്ന് ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തുന്നത് രണ്ടാം ശനിയാഴ്ചയും രണ്ടാം ഞായറാഴ്ചയും മൂന്നാം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം യോഗത്തിന് വന്ന് തിരുവചനം കേൾക്കുകയും ആത്മാവിന്റെ ആരാധന ഉയരുമ്പോൾ, സ്തുതി ഉയരുമ്പോൾ സമാധാനത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് ഭാരമെല്ലാം ഒന്ന് ഇറക്കി വെക്കുന്ന സമയത്താണ്. ഇപ്പോൾ അതും നടക്കുന്നില്ല. ഒന്നിച്ചു കൂടി വരുവാനോ വചനം
ഒന്നിച്ച് ചേർന്നിരുന്ന് കേൾക്കുവാനോ ആരാധിക്കുവാനോ പറ്റുന്നില്ല. മാത്രമല്ല, കൂട്ടായ്മയിൽ ഒന്നിച്ച് ആരാധിച്ചിരുന്ന പലരും ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ പലരും വിട്ടുപോയിരിക്കുന്ന വേദനാജനകമായിരിക്കുന്ന ഒരു രംഗം. ദൈവമക്കളെ, ആശ്വാസത്തിന് വകയില്ലാതെ സന്തോഷിക്കാൻ ഒരു കാര്യവും ഇല്ലാതാകുമ്പോൾ ഓർത്ത് കരയാൻ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതായ ഒരു സമയം. ദൈവമക്കളെ, ഈ സമയത്തെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ചിന്താകുലപ്പെടേണ്ട. ആംഗലേയ കവിയായിരിക്കുന്ന കീറ്റ്സ് പറഞ്ഞു, യഥാർത്ഥ ദുഃഖത്തെക്കാൾ മനുഷ്യനെ അലട്ടുന്നത് സാങ്കല്പിക ദുഃഖങ്ങളാണ്, ഇമാജിനറി ഗ്രീവൻസസ്. പ്ലേഗ് ബാധിച്ച് മരിച്ചവരെക്കാൾ, പകർച്ചവ്യാധി ബാധിച്ച് മരിച്ചവരെക്കാൾ അധികമാണ് എനിക്കും അത് പിടിക്കുമോ എന്ന ആധികം മരിച്ചവരുടെ എണ്ണം. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, എന്തെല്ലാം കാര്യങ്ങളിൽ നാം ആകുല ചിന്തയിൽ വലഞ്ഞാണിയിരിക്കുന്നത്. വിചാരപ്പെടുക, ആകുല ചിന്തപ്പെടുക എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം മെരിപ്നാബ എന്നാണ്. മെരിപ്നാബ, അതിന്റെ അർത്ഥം പല സ്ഥലങ്ങളിലേക്ക്, ദിശകളിലേക്ക് വലിച്ചിഴക്കുക എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഒരാള് എന്നെ ഈ വശത്തേക്ക് വലിക്കുന്നു, മറ്റൊരാൾ മറ്റേ വശത്തേക്ക് വലിക്കുന്നു, വേറൊരാളെ പുറകോട്ട് തള്ളി വീഴിക്കാൻ നോക്കുന്നു, മറ്റൊരാൾ മുൻവശത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. പല വശങ്ങളിലേക്ക് പലരും വലിച്ച ഒരു വ്യക്തിയെ ഇഴക്കുകയാണ്. അതുതന്നെയാണ് ഒരു മാനസികമായ സംഘടന. ഒരു വശത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, മറ്റൊരു വശത്ത് ആരോഗ്യത്തിന്റെ പ്രശ്നം, വേറൊരു വശത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, മറ്റൊരു വശത്ത് കൂട്ടായ്മകളില്ല. ഏതെല്ലാം തരത്തിൽ മനസ്സ് ഉലഞ്ഞ് അലഞ്ഞ് ഉത്കണ്ഠ നിറഞ്ഞതായ ഒരന്തരീക്ഷത്തിൽ പലരും സമനില തെറ്റുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവമക്കളെ, ഇതുപോലെയുള്ള ചില വേദനകൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന്. പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതകളും വേദനകളും പ്രശ്നങ്ങളും നിറഞ്ഞതായി ലോകത്തിൽ നിന്ന് എടുത്ത് മാറ്റണമെന്നല്ല കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചത്. ലോകത്തിൻ്റെതായ പൈശാചിക ബാധകൾ ഇവരെ തട്ടാതെ വണ്ണം കാക്കണമേ എന്നാണ് കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആശങ്കകൾ നമ്മെ വലിച്ചെടുക്കുന്നു, നാം വലയുന്നു. പക്ഷേ സ്റ്റാൻലി ജോൺസ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. എനിക്ക് അനേക കുരിശുകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷയുമായി കടന്നു ചെന്നു. ദൈവം കൃപയാൽ എൻ്റെ കുരിശുകളെല്ലാം എടുത്തു മാറ്റി. എന്നാൽ ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നത് എനിക്കൊരു കുരിശ് തരണമേ എന്നാണ്. കാരണം ഞാൻ വഹിച്ച കുരിശുകളാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അത് സ്റ്റാൻലി ജോൺസിന്റെ അനുഭവത്തിൽ നിന്നാണ്. ജീവിതത്തിൽ ചില വേദനകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, നീറുന്ന ചില പ്രശ്നങ്ങൾ, അത് യേശുവിനെ അള്ളിപ്പിടിക്കാൻ നല്ലതാണ്. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ അടർത്തിയെടുത്തി കാര്യങ്ങൾ പറയുന്നത്. കണ്ണുനീരോടെ ഞാൻ കഴിച്ച ചില കാലങ്ങളുണ്ട്. എന്തു ചെയ്യേണ്ടു എന്ന് വിചാരിച്ച് മനസ്സ് കലങ്ങി തകർന്നിരുന്ന ചില നാളുകൾ, മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ പൊന്നു കർത്താവിനെ ഞാൻ അള്ളിപ്പിടിച്ച നാളുകൾ അതായിരുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ രുചിയും മധുരവും അനുഭവിച്ച നാളുകൾ. പ്രശ്ന സങ്കീർണമായിരുന്നു, പക്ഷെ അതിൻ്റെ മധ്യത്തിൽ അഭൗമികമായ, അലൗകികമായ ഒരു സ്വർഗീയ ശാന്തി, സമാധാന പ്രഭുവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അന്ന് നിറവടിയായി തന്നു. യേശുവിന് ഏറ്റവും രുചിച്ചതായ അനുഭവങ്ങൾ. പൗലോസ്ലീഹ ഒരിക്കൽ ജീവിതത്തിന്റെ
വേദനയുമായി കർത്താവിൻ്റെ അടുക്കൽ ചെന്നു, ഇതൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട്. കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു, അതിൻ്റെ അർത്ഥം ഇതാണ്: നിനക്ക് കൃപയോടുകൂടിയതായ രോഗം വേണോ, അതെയോ കൃപയില്ലാത്ത ആരോഗ്യം വേണമോ? ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ആരോഗ്യം നഷ്ടപ്പെട്ടാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും കൂട്ടായ്മ ഇല്ലെങ്കിലും ദൈവമക്കളെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ദൈവമക്കളുമായിട്ട് ദൈവദാസനുമായിട്ട് വേണ്ടവണ്ണം വേദന പങ്കിടാനും പ്രാർത്ഥനാ വിഷയങ്ങൾ തുറന്നു പറയാനും ഒക്കുന്നില്ല എങ്കിലും കൃപയുണ്ടെങ്കിൽ മതി കർത്താവേ, അതുമാത്രം എന്നെ വിട്ടുപോകരുത് എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇനി നാം ധ്യാനിക്കാൻ പോകുന്നത് ആകുല ചിന്തകളെ എങ്ങനെ ഒരു വിശ്വാസിക്ക് അതിജീവിക്കാം, ആകുല ചിന്തകളെ അതിജീവിച്ച് എങ്ങനെ വിജയപ്രദമായ ഒരു ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കാം. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ വാക്യം. 6:30. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അല്പവിശ്വാസമാണ് അപകടം. അത് തന്നെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ് എന്നുള്ള വിശ്വാസം. ആ കാക്കുന്ന കരങ്ങളിലേക്ക് എന്റെ ജീവിതം വ്യക്തമായും തീരെഴുതി കൊടുത്തു എന്നുള്ളതായിരിക്കുന്നു ഉറപ്പ്. ആ കരുതുന്ന കരങ്ങളിൽ പരിപൂർണമായി ജീവിതം ഏൽപ്പിച്ചപ്പോൾ ഇനി എനിക്ക് നിരാശപ്പെടാനില്ല. കാരണം കൈവിടാത്ത കരങ്ങളാണ്, കാക്കുന്ന കരങ്ങളാണ്. ലോകത്തിൽ ആശ്രയിച്ച അനേക കരങ്ങൾ മാറിപ്പോയപ്പോൾ ഹല്ലേലൂയ, കാത്തു പരിപാലിക്കുന്ന ആണിപ്പഴുതുള്ളതായ 2 കരങ്ങൾ, അതൊരു യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ. ആ യേശു തമ്പുരാന്റെ കരത്തിന്റെ സംരക്ഷണത്തിന്റെ രുചിയും സമാധാനവും അല്പമെല്ലാം രുചിച്ചുകൊണ്ടാണ് നിസ്സാരനും പാപിയുമായിരിക്കുന്ന ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തിലുള്ളതായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. അടിയുറച്ച വിശ്വാസം, വിശ്വാസം, ഫെയ്ത്ത് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഫോഴ്സ്. ഏറ്റവും വലിയ ശക്തി അതാണ്. ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിൽ സമ്പൂർണമായിരിക്കുന്നുള്ള ആശ്രയം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുതലിനെ സമ്പൂർണമായിട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം, ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ജീവിതത്തിൽ ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് പോകുവാൻ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ദൈവത്തിന് മഹത്വം. ഭാരപ്പെടുന്ന ദൈവമക്കളെ, ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് ഹൃദയം തുറന്നേ. ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, എനിക്കും അറിയാം. പലരും വിഷമിക്കുന്നുണ്ടല്ലോ, സത്യമാണ്. ഏതെല്ലാം തരത്തിൽ നോക്കിയാലും മുന്നോട്ട് ഒരു അടി എടുത്തു വെക്കാൻ പറ്റുന്നില്ല. ജീവിതം പലതുകൊണ്ടും നിരാശയിൽ ആണ്ടുപോവുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത്? പൗലോസ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധിയിലേക്ക് ഇറക്കി വെക്കുക. നിങ്ങൾ തന്നെത്താൻ എവിടെയെങ്കിലും മുട്ടുമടക്കണം. കർത്താവേ, പലതുകൊണ്ടും ആടി ഉലയുന്ന ജീവിതവുമായി ഞാനിവിടെ മുട്ടുമടക്കിയിരിക്കുന്നത് എൻ്റെ പൊന്നു കർത്താവ് കാണുന്നുണ്ടല്ലോ. എൻ്റെ ഉൾത്തേങ്ങലുകളുടെ ഹൃദയത്തുടിപ്പെൻ്റെ കർത്താവിൻ്റെ ചെവികളിൽ എത്തുന്നുണ്ടല്ലോ. എനിക്ക് വേറെ പോക്കടമില്ല കർത്താവേ, എന്നെ കരുതാൻ വേറെ ആരുമില്ല. ഞാൻ ആരെല്ലാം ആശ്രയിച്ചോ ആ ശിഖരങ്ങളെല്ലാം ഇരിഞ്ഞുപോയി. എങ്കിലും ഞാനിപ്പോൾ പച്ചച്ചോര നനഞ്ഞതായ ആ കാൽവറയിലെ മരക്കൊമ്പിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് എൻ്റെ സങ്കടങ്ങളെല്ലാം കണ്ണുനീരിൽ കുതിർത്തി വാക്കുകളിൽ അരുമനാഥനോട് ഹൃദയം തുറന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു സ്വർഗീയ ശാന്തി ഇറങ്ങി വരും. അരുമനാഥന്റെ സ്നേഹമുള്ള കരമൊന്ന് തലോടും. ഹല്ലേലൂയ.
യോഹന്നാൻ ചാരിതായ മാറിലേക്ക് എന്നെ ഒന്ന് പയ്യോട് ഒന്ന് അടുപ്പിക്കും. എനിക്കതെന്താണ് യോഗ്യത? ഹല്ലേലൂയ. ദൈവമക്കളെ, യേശു നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണോ? അവൻ നിങ്ങൾക്ക് പ്രാണപ്രിയനാണോ? ഉള്ളം തുറന്ന് എല്ലാം അങ്ങ് പകർന്ന് ഏറ്റുപറഞ്ഞ് സമാധാനം പ്രാപിക്കാൻ കൊള്ളാവുന്നവനാണോ? ഹല്ലേലൂയ. എല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും വായിക്കാം 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ പുലർത്തും. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 46:1 പറയും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. എത്ര പച്ചയായ അനുഭവത്തോടെയാണ് പത്രോസ് പറയുന്നത്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അത് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കരുത്. യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീനെന്ന് സ്നേഹവാത്സല്യത്തോടെ വിളിച്ച പ്രാണപ്രിയൻ അന്ന് പറഞ്ഞ അതേ സ്നേഹവാത്സല്യത്തോടെ ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എല്ലാം കൊണ്ട് നമുക്കങ്ങ് ചെല്ലാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്നും ബാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ നിന്ന് വിട്ടുപോകരുത്. നിങ്ങൾ സകല ചിന്താകുലവും അങ്ങ് തന്നേരെ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാമെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ 25-26 വാക്യങ്ങളിൽ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്താണ് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ വിചാരപ്പെടണ്ട. ജീവൻ തരാമെങ്കിൽ അത് നിലനിർത്താനുള്ള ഭക്ഷണം തരാൻ എനിക്ക് അറിഞ്ഞുകൂടെ? ശരീരം തരാമെങ്കിൽ അതിന്റെ നഗ്നത മറയ്ക്കാനുള്ള ഉടുപ്പ് തരാൻ എനിക്ക് കഴിവില്ലേ? ഈ പറവകളെ പോലെ നിസ്സാര ജീവികളെ പുലർത്തുവാൻ ഞാൻ മതിയായവനാണ് എങ്കിൽ വിശേഷതയുള്ള മനുഷ്യനെ ഞാൻ എത്രയധികം. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. അത് എനിക്കെടുത്ത് മുത്താൻ തോന്നുകയാണ്. റോമർ 8-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, ഏകജാതനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹനിധിയായ പിതാവാം ദൈവം അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വർഗഭണ്ഡാരം നമ്മുടെ നേരെ തുറന്നാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നിരാശപ്പെടേണ്ട. എന്നെ കാണുന്ന, എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, പെറ്റതള്ളയേക്കാൾ ഉറ്റ് സ്നേഹിക്കുന്ന, പെറ്റതള്ള മറന്നാലും മറക്കാതെ കരുതുന്ന പ്രാണപ്രിയനായ യേശുവിനെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കൊച്ചു വച്ച് അള്ളിപ്പിടിക്കുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലേക്ക് കൃപയാൽ ഇറങ്ങി വന്നിരിക്കുന്ന പ്രാണപ്രിയനായ പൊന്നു കർത്താവിനെ നിങ്ങൾക്കൊന്ന് അള്ളിപ്പിടിക്കാമോ? കർത്താവ് പറയുന്നു, വിചാരപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഒന്നും നേടാനായിട്ട് ഇല്ല. Worry is useless and meaningless. വിചാരപ്പെടുന്നതിൽ ഒരു പൊരുളുമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല 6-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങളിൽ, ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. എല്ലാം അറിയുന്ന ഒരു ദൈവം, അത് മതി നമുക്ക്. തലമുടി ഇഴകൾ പോലും അവൻ എണ്ണിയിരിക്കുന്നു. ദൈവമക്കൾ, അതിലൊന്നെങ്കിലും നിലത്ത് വീണാൽ എന്റെ പൊന്നു കർത്താവ് അറിയും. അതുകൊണ്ട് ഒരു വാക്ക് നിങ്ങളോട് പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. വിവിധ പ്രശ്നങ്ങൾക്ക് പലവിധ പരിഹാരങ്ങളല്ല ദൈവം നൽകിയിരിക്കുന്നത്. ഏക പരിഹാരം ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ.
നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഒരുങ്ങി വരുന്ന അരുമനാഥന് ക്രൂശിൻ ചോട്ടിലേക്ക് വരാം. ആ പരിഹാരത്തിന്റെ ഉറവ തുറന്നിരിക്കുന്ന തിരുവിലാവിലേക്ക് നമുക്ക് നോക്കാം. വിശ്വാസത്തിന്റെ കരങ്ങൾ കൊണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ. മോചനം ഒഴുകി വരികയാണ്. ഹല്ലേലൂയ. പാപം വരാതെ സൂക്ഷിച്ചാൽ മാത്രം മതി. കരുതുന്ന ദൈവത്തെ അവിശ്വസിക്കാതിരുന്നാൽ മാത്രം മതി. ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹബന്ധം സ്ഥാപിച്ചാൽ മാത്രം മതി. ആ കർത്താവിനോട് നമുക്ക് തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ. കാരണം നിറഞ്ഞ ദൈവമേ, സർവ്വ നന്മകൾക്കെന്റെയും ഉറവിടമായ കർത്താവേ, നിന്റെ സ്വർഗഭണ്ഡാരം തുറന്ന് ഞങ്ങളെ സർവ്വ നന്മകളാലും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നിത്യമായ ശാന്തിയും സമാധാനവും നിത്യ സ്വർഗത്തിൽ വാസവും തന്ന് അനുഗ്രഹിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ വീണ്ടും നാം ഒരു ഗാനം കൂടി കേൾക്കുകയാണ്. വിശുദ്ധിയെ തേക്കുക, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. നമ്മുടെ ഫെലോഷിപ്പിൻ്റെ ഒരു ആപ്തവാക്യം തന്നെയാണ് വിശുദ്ധി എന്നുള്ളത്, വിശുദ്ധിയെ തേക്കുക എന്നുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ശുദ്ധീകരണം തന്നെ. കർത്താവായ യേശുക്രിസ്തു നാം ഓരോരുത്തരും വിശുദ്ധരാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് കർത്താവ് ഒരുക്കുന്ന വിലയേറിയ സമയമാണ് ഈ ഗാന ശുശ്രൂഷ. നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ, രാജ്യം രാജ്യങ്ങളോട് എതിർത്തു തുടങ്ങിയല്ലോ. ഒരുങ്ങിയിടാം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. കൊട്ടിൽ വരെ ജനം കണ്ണു നീ താഴ്വരയിൽ അല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണു നീ താഴ്വരയിൽ അല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ. ഒരുങ്ങിയിടാം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്നു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്നു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ, ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ഒരുങ്ങിയിടാം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല.
ദൈവശക്തിയെ ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ. ദൈവശക്തിയെ ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കതിരായി തീരുന്നതായി. ലോകമോഹങ്ങൾ കതിരായി തീരുന്നതായി. ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മേഘാരുടനായി വന്നിടുമേ. 10,000 പേരിലും സുന്ദരൻ താൻ. മേഘാരുടനായി വന്നിടുമേ. 10,000 പേരിലും സുന്ദരൻ താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ. ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മാലിന്യപ്പെട്ടിടതോടിടുക. മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടതോടിടുക. മണവാളൻ വരവേറ്റമടുത്തുപോയി. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ. മണിയറയിൽ പോയി നാം ആശ്വസിപ്പാൻ. ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. യേശു കൈനീട്ടി അവനെ പിടിച്ചു. വെള്ളത്തിൽ താണുകൊണ്ടിരിക്കുകയായിരുന്നു. കഴുത്തറ്റം വെള്ളത്തിൽ താണു കഴിഞ്ഞിരിക്കുന്നു. ശിമോൻ പത്രോസിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു യേശു ക്രിസ്തു നടന്നുപോലെ നടക്കണമെന്ന്. അതുകൊണ്ടാണ് കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ ശിമോൻ പത്രോസ് കർത്താവിനെ യാചിച്ചത്, കർത്താവേ, ഞാനും ഈ വെള്ളത്തിന്മേൽ നീ നടക്കുന്നത് പോലെ നടന്നു വരാൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന്. നീ വരിക എന്ന് കർത്താവ് പറഞ്ഞു. ശിമോൻ പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ്, നടന്നതുമാണ്. കുറച്ച് നടന്നു. പെട്ടെന്ന് തിരമാല വന്ന് ആഞ്ഞടിച്ചപ്പോൾ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണൊന്ന് മാറിപ്പോയി. തിരത്തല്ലി വരുന്ന പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിൽ അപ്പോസ്തലനായ പത്രോസ് കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് മാറ്റി ആ വെള്ളത്തിൻ്റെ പെരുപ്പത്തിലേക്ക് നോക്കിപ്പോയി. ഉടനെ താഴാൻ തുടങ്ങി. വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി. ഗലീല കടലിലെ ആ പെരുവെള്ളത്തിലേക്ക് ആർത്തലയ്ക്കുന്ന കൊടുങ്കാറ്റ് കൊണ്ട് പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇളകി മറിഞ്ഞു വരുന്നതായ തിരമാലകളുടെ അടിയിലേക്ക് താഴാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അപ്പോൾ വന്നത് പെരുവെള്ളത്തിന്മീതെ നടന്നാണ്. വെള്ളത്തെ ചവിട്ടി ചവിട്ടി മെതിച്ചുകൊണ്ട് ഉടയവൻ നടന്നു വരികയായിരുന്നു. ഒന്ന് നമുക്ക് വിശ്വസിക്കാം,
ഏത് പെരുവെള്ളം വന്നാലും കർത്താവ് അതിൻ്റെ മീതെ ചവിട്ടി നടക്കും. സ്തോത്രം. കൊടുങ്കാറ്റ് ആഞ്ഞ് തിമിർത്താടിയാലും അതിൻ്റെ മീതെ യേശുക്രിസ്തു നടന്നു വരും. നിങ്ങളിൽ ചിലർക്കൊക്കെ ഇത് അനുഭവമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശക്തമായ കൊടുങ്കാറ്റിൽ ആടി കൊലയുന്ന അവസരങ്ങൾ വന്നിട്ടില്ലേ നിങ്ങൾക്ക്? എന്തു വേണ്ടെന്നറിയാതെ അമ്പരപ്പിലായ സമയങ്ങൾ വന്നിട്ടില്ലേ? താണ് പോകുന്നു, ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ വന്നിട്ടില്ലേ? അപ്പോഴെല്ലാം ചാടിപ്പിടിക്കാൻ യേശുക്രിസ്തുവിൻ്റെ കരം നീട്ടുന്നു. കർത്താവ് കരം നീട്ടി അവനെ പിടിച്ചു. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ദുഃഖിതനായി അപകർഷതാബോധം കൊണ്ട് തല കുനിഞ്ഞ് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ വചനം കേൾക്കാനിരുന്നത്. അന്നൊന്നും അതിൻ്റെ വില ഞാൻ അറിഞ്ഞില്ല. അന്ന് യേശുക്രിസ്തു വന്ന് എന്നെ പിടിച്ചു. ക്രിസ്തുവിൻ്റെ ആണിപ്പാടുകാരൻ എന്നെ പിടിച്ചു. എന്നെ പിടിക്കാൻ കർത്താവ് കാത്തു നിൽക്കുകയായിരുന്നു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അലസമായി വചനം കേട്ടുകൊണ്ടിരുന്ന എന്നെ നിത്യനായ രക്ഷകൻ തൻ്റെ അരുമകരം കൊണ്ട് പിടിച്ചു. എന്നെ താൻ സ്വന്തമാക്കി. അവിടുന്ന് എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ അനുഭവിച്ച മഹാസന്തോഷം എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? അന്ന് തുടങ്ങിയതാണ് ഈ ക്രിസ്തീയ ജീവിതം. അന്ന് തുടങ്ങിയതാണ് ഈ ആത്മീയ ജീവിതം. എന്തെല്ലാം അനുഭവങ്ങളിലൂടെ നടന്നു. വീഴാൻ തുടങ്ങിയപ്പോഴെല്ലാം ക്രിസ്തു എന്നെ ചാടിപ്പിടിച്ചു. തെന്നിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തു പിടിച്ച് ചേർത്തണച്ചു. വീണുപോയപ്പോൾ ക്രിസ്തു പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എന്നെ തഴുകുകയും തലോടുകയും ചെയ്തു. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞപ്പോൾ അവൻ എൻ്റെ കണ്ണുനീര് തുടച്ചു തന്നു. ഞാൻ ഏകാഗിയായി പോയി എന്ന് ചിന്തിച്ച് പരവശനായപ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ ചേർത്തണച്ചു. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവപുത്രൻ എന്നോട് കരുണ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നുമെന്ന പോലെ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം വാഗ്ദാനം കൊണ്ട് എന്നെ അവൻ മൂടി. രക്തം കൊണ്ട് എന്നെ അവൻ വലയം ചെയ്തു. ദിവ്യ തേജസ് കൊണ്ട് എന്നെ നിറച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വചനം നാവിലെടുപ്പാനുള്ള ഭാഗ്യം തന്നു. വചനം ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത ഈ അല്പപ്രാണിക്ക് തിരുവചനം പറയുവാനുള്ള കൃപ തന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിൽ കൂടി അവൻ കരം പിടിച്ച് നടത്തി. സ്തോത്രം.
യേശു കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് പകല് ഒരു വലിയ അത്ഭുതം നടന്നു അവിടെ. ബേത്സയിദയിലെ മലഞ്ചെരിവിൽ തടിച്ചുകൂടിയ 5000 ആളുകൾക്ക് 5 അപ്പവും 2 ചെറുമീനും കൊണ്ട് നല്ല പുഷ്ടിയുള്ള ആഹാരം നൽകി. ഒരത്ഭുതം നടന്നു. ശിഷ്യന്മാർ കണ്ടു, അവർ അത്ഭുതപ്പെട്ടു, അവർ സന്തോഷിച്ചു. അതിനെല്ലാം സാക്ഷികളായി നിന്നവരുടെ ഉള്ളിൽ ആ ഓർമ്മകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു. വൈകുന്നേരമായി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തടാകത്തിന് അക്കരെ പോയിക്കോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. സന്ധിക്ക് തുടങ്ങിയ യാത്രയായിരുന്നു അവരുടെ ആ പടകിലെ യാത്ര. ആദ്യമൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല യാത്രയിൽ. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, ആദ്യമൊന്നും ഒരു പ്രശ്നവും കാണുകയില്ല. വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഗലീല കടലിൽ ഒരു പ്രത്യേകതയുണ്ട്. നനച്ചിരിയാതെ പെട്ടെന്ന് കൊടുങ്കാറ്റ് ഊതും. നനച്ചിരിയാതെ തിരമാലകൾ ഉയരും. നനച്ചിരിയാതെ ഭയങ്കരമായ കോളിളക്കമുണ്ടാകും. കടലും കടലിലെ പെരുവെള്ളവും നല്ല പരിചയമുള്ള ശിഷ്യന്മാർ, അവർക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പടകിൽ സഞ്ചരിച്ചു, യാത്ര ചെയ്തു. നേരം പുലരാറായി. 4-ാം യാമം എന്ന് പറയുമ്പോൾ രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണല്ലോ. ആ സമയത്താണ് പെട്ടെന്ന് ഒരു വലിയ കോളിളക്കമുണ്ടായി. പെട്ടെന്ന് കൊടുങ്കാറ്റ് ഊതി. കാറ്റ് പ്രതികൂലമായി. പടക് നീങ്ങുന്നില്ല. പടക് വട്ടം കറങ്ങുകയല്ലാതെ പടക് നീങ്ങുന്നില്ല. വെള്ളം ഇരച്ച് കയറുന്നു. ശിഷ്യന്മാർ സംഭ്രാന്തരായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളതായ പ്രതിസന്ധികൾ വന്ന് ഉള്ളം തളർന്ന ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ളതായ ചില പ്രാതികൂല്യങ്ങൾ വന്ന് ജീവിതം വഴിമുട്ടിപ്പോയവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? സ്തോത്രം, സ്തോത്രം. ഒന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗലീല കടലിൽ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക്, ആ പടകിൻ്റെ അരികിലേക്ക് വെള്ളത്തിന് മീതെ നടന്നു വന്ന ക്രിസ്തു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളെ രക്ഷിക്കാൻ അവൻ കര നീട്ടുന്നുണ്ട്. ഒരിക്കലും മറക്കരുത്, ക്രിസ്തു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ കാണുന്നു. വെറും യാദൃച്ഛികമായിട്ട് നിങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നതല്ല. ജീവൻ്റെ പ്രകാശമുള്ള ഈ വചനത്തിന് മുമ്പിലേക്ക് നിങ്ങൾ ഒരിക്കൽ വന്നെങ്കിൽ സ്വർഗത്തിൽ ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ് അത് സാധിച്ചത്. അത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങളുടെ നന്മ കൊണ്ടല്ല.
നിങ്ങളുടെ ഏതെങ്കിലും മനോഗുണ പ്രവൃത്തികൾ കണ്ടിട്ടല്ല. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. ക്രിസ്തു നിങ്ങളുടെ അരിയിലേക്ക് വന്നു. അന്ന് ആ പ്രാതികൂല്യങ്ങളെയെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് യേശുക്രിസ്തു പെരുവെള്ളത്തിന് മീതെ നടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ പറയട്ടെ, യേശുക്രിസ്തുവിന് പെരുവെള്ളം ഒരു തടസ്സമല്ല. യേശുക്രിസ്തുവിന് പ്രകൃതിശക്തികൾ പ്രതികൂലമല്ല. യേശുക്രിസ്തുവിന് ഭൗതികമായ തടസ്സങ്ങളും പ്രശ്നങ്ങളും യേശുക്രിസ്തുവിന് മുന്നോട്ട് പോകുന്നതിന് ഒരിക്കലും വിഘാതമാവുകയില്ല. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ ഭാരത്തോടിരിക്കുന്നുവോ, ഏതെല്ലാം കാര്യങ്ങളിൽ മനസ്സ് പതറിയിരിക്കുന്നുവോ, നിങ്ങളുടെ അരികിലേക്ക് യേശു വരുന്നുണ്ട്. അന്ന് പെരുവെള്ളത്തിന് മീതെ നടന്നു വന്ന ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. സ്തോത്രം. ഇരുളിൻ്റെ മറവിൽ ഒരു നിഴൽ പോലെ യേശു നടന്നു വരുന്നത് ശിഷ്യന്മാർ കണ്ടു. അവരെ പേടിച്ചു. അവർക്ക് മനസ്സിലായില്ല ഇത് യേശുവാണെന്ന്. സ്തോത്രം. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഭാഗം നമുക്ക് വായിക്കാം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. സ്തോത്രം. യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. എത്ര ആശ്വാസകരമായ വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്. എത്ര ധൈര്യം പ്രദാനം ചെയ്യുന്ന വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, നിങ്ങളാരെല്ലാം ധൈര്യമില്ലാതിരിക്കുന്നുവോ, ആരെല്ലാം തളർന്നിരിക്കുന്നുവോ, അവരോട് കർത്താവായ യേശുവിന് പറയാനുള്ളത് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്നാണ്. പേടിക്കേണ്ട എന്ന് പറയുന്ന ക്രിസ്തു പേടി മാറ്റുന്നവനാണ്. പേടിയുടെ കാരണം നിശേഷം മാറ്റിത്തരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. സ്തോത്രം. കർത്താവ് വരുന്നത് കണ്ടപ്പോൾ ശിമോൻ പത്രോസിൻ്റെ ആഗ്രഹം യേശു നടന്നതുപോലെ ഒന്ന് നടക്കണമെന്ന്. സ്തോത്രം. ആ പെരുവെള്ളത്തിന്മീതെ നടക്കണമെന്ന്. കർത്താവിന് സ്തോത്രം. ഏതൊരു കാര്യത്തിനും ധൃതഗതിയിൽ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആളാണല്ലോ ശിമോൻ പത്രോസ്. വളരെ തിടുക്കത്തിൽ ശിമോൻ പത്രോസ് കർത്താവ് പറഞ്ഞു, കർത്താവേ, നീയാകുന്നെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. വാക്യം വായിക്കാം. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഞാൻ വെള്ളത്തിന്മീതെ നടന്നു വരാം. ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അത്. നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നടന്നു വരുന്നതിന് നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഞാൻ നടന്നു വരാം എന്നാണ് പത്രോസ് പറയുന്നത്. അടുത്ത വാക്യം. വരിക എന്ന് അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞു. നല്ല ആഗ്രഹങ്ങൾ, കർത്താവ് നടന്നതുപോലെ നടക്കണമെന്നുള്ളതായ നല്ല ആഗ്രഹങ്ങൾ. കർത്താവിന് സ്തോത്രം. ക്രിസ്തു നടന്നതുപോലെ നടക്കണമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഖണ്ഡികയിൽ കാണാം, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യേശു നടന്നതുപോലെ നടക്കണമെന്ന്? നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ യേശു നടന്നതുപോലെ നടക്കണമെന്ന്? യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വിശുദ്ധി, യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ എളിമ,
സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ ദീർഘക്ഷമ, യേശുവിൻ്റെ ആ സ്വഭാവത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു നടന്നതുപോലെ നടക്കണമെന്ന് പത്രോസിൻ്റെ ആഗ്രഹം നല്ല ആഗ്രഹമായിരുന്നു. പത്രോസ് നടക്കാൻ തുടങ്ങി. വായിക്കാം. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു തുടങ്ങിയതാണ്. ഏതാനും ചുവടുകൾ വെച്ചതാണ്. പെരുവെള്ളത്തിന്മേലേ നടക്കുക. അത്ഭുതം. പക്ഷേ കാറ്റ് കണ്ട് പേടിച്ചു. കാറ്റ് കണ്ട് പേടിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്ര അവസരങ്ങളിൽ കാറ്റ് കണ്ട് പേടിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയിലെ ക്ഷോഭങ്ങളല്ല, ജീവിതത്തിൽ അടിച്ച കൊടുങ്കാറ്റുകൾ, ജീവിതത്തിൽ ഏറ്റതായ യാതനകൾ, ജീവിതത്തിൽ നേരിട്ടതായ പ്രതിസന്ധികൾ, എത്ര പ്രാവശ്യങ്ങൾ ഞാൻ കാറ്റ് കണ്ട് പേടിച്ചു. ദൈവത്തിന് സ്തോത്രം. ചില സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ചിലപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. കാറ്റ് കണ്ട് പേടിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. നിത്യനായ ദൈവം പേടി മാറ്റിത്തരുന്നവനാണ്. നിത്യനായ ദൈവം ചാടിപ്പിടിക്കുന്നവനാണ്. നിത്യനായ ദൈവം താണുപോകാതെ പിടിച്ചു നിർത്തുന്നവനാണ്. നിത്യനായ ദൈവം സ്നേഹനിധിയാണ്. സ്തോത്രം. കാറ്റ് കണ്ട് പേടിച്ചു. സ്തോത്രം. അടുത്ത വാക്യം. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. താണ് പോവുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. സ്തോത്രം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് പറയൂ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. നിങ്ങളുടെ പ്രശ്നം കർത്താവ് കാണുന്നു. നിങ്ങളുടെ ഭാരം കർത്താവ് കാണുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് കാണുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് കാണുന്നു. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ കർത്താവ് കാണുന്നു. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കൂ. സ്നേഹനിധിയായ യേശുവിനെ ഒന്ന് വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വിളിക്കൂ, കർത്താവേ, രക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. മരണക്കിടക്കയിലാണെങ്കിലും കർത്താവേ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ വിളി കേൾക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. തീവ്രമായ യാതനയേറ്റ് പിടയുന്ന സമയത്താണെങ്കിലും കർത്താവേ, രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ രക്ഷ നൽകുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ കർത്താവേ, രക്ഷിക്കണമേ എന്ന് ഒന്ന് വിളിക്കൂ. സ്തോത്രം. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വിളിച്ചാൽ വിളി കേട്ട് ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ പറയണം, കർത്താവേ, രക്ഷിക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. തെല്ലും ഭയപ്പെടാതെ, അല്പം പോലും ചാഞ്ചല്യമില്ലാതെ നിങ്ങൾ വിളിക്കൂ, കർത്താവേ, രക്ഷിക്കണമേ എന്ന്.
സ്തോത്രം. അടുത്ത വാക്യം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നീ എന്തിന് സംശയിച്ചു. കർത്താവ് ഇപ്പോൾ നമ്മളോടതാണ് ചോദിക്കുന്നത്. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു. സ്തോത്രം. സ്നേഹം മാത്രമായ ക്രിസ്തു ഇപ്പോൾ നിങ്ങളോട് കനിഞ്ഞ് സംസാരിക്കുന്നു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു. ക്രിസ്തുവിനെ കാണുക, അടുത്തുള്ള ക്രിസ്തുവിനെ കാണുക, കൈ നീട്ടിപ്പിടിക്കാൻ ഇരുകരവും നീട്ടുന്ന ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം അർപ്പിക്കുക. യേശു പറയുക, യേശുവേ, ഞാൻ നിൻ്റെ ദാസൻ, ഞാൻ നിൻ്റെ ദാസി, ഞാൻ നിൻ്റെ അടിമ. യേശുവേ, ഞാൻ നിൻ്റെ മാത്രം, ഞാൻ നിൻ്റെ സ്വന്തം. പുതിയ സമർപ്പണം എടുക്കൂ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. യേശുവേ, എന്നെ കാത്തുകൊള്ളണമേ. യേശുവേ, മരണനേരത്തും എന്നെ പിടിച്ചുകൊള്ളണമേ. യേശുവേ, ദുഷ്ടപിശാച് എന്നെ തകർക്കാൻ വരുമ്പോഴും നീ എന്നെ പിടിച്ചുകൊള്ളണമേ. യേശുവേ, നീ എന്നെ കാത്തുകൊള്ളണമേ. നിൻ്റെ കരവലയത്തിനുള്ളിൽ എന്നെ സംരക്ഷിക്കണമേ. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ. നിൻ്റെ തിരുമാറിൽ നിന്നൊഴിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിൻ്റെ സ്വന്തമാക്കി മാറ്റണമേ. യേശുവേ, ഞാൻ നിൻ്റെ മാത്രം, നിൻ്റേത് മാത്രം. സ്തോത്രം. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പ്രാർത്ഥനായോഗം എല്ലാ മാസവും 3-ാം ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ പവർ വിഷൻ TV-യിൽ ഉണ്ടായിരിക്കുന്നതാണ്.